മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് ടു ഫിനാലയുടെ 4ാമത്തെ ടാസ്ക് പൊടിമഴ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പലർക്കും കൈകൾ എത്താത്തത് കൊണ്ട് തന്നെ എല്ലാവരോടും ബിഗ് ബോസ് പോകാൻ പറഞ്ഞു, ഹൗസിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും നെവിൻ പറയുന്നുണ്ട് ഫുഡ് കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനുമോളും ആദിലയും നൂറയും കൂടെ വന്ന് മുട്ട എടുത്ത് കഴിക്കുന്നുണ്ട്. അവരുടെ മുട്ട തന്നെയാണ് എടുത്ത് കഴിക്കുന്നത്. ആ സമയത്ത് നെവിൻ പറയുന്നുണ്ട് ഇപ്പം മുട്ട എടുത്ത് കഴിക്കാൻ പാടില്ല. അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞങ്ങളെടുത്തത് ഞങ്ങളുടെ മുട്ടയാണ്, അല്ലാതെ വേറെ ആരുടെ മുട്ട ഞങ്ങളെടുത്ത് കഴിക്കാൻ വന്നിട്ടില്ല, അതെടുത്ത് കഴിക്കേണ്ടെന്ന് നിനക്ക് പറയാൻ ഒരു അധികാരവും ഇല്ല എന്ന് പറയുന്നുണ്ട്. നീ പോടാ, ഞങ്ങൾ കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് അനുമോള് കഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഷാനവാസക്കാരൻ്റെ അടുത്തും നമ്മുടെ നെവിൻ ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റൊക്കെ നടത്തുന്നുണ്ട്. നീ ഇവിടെ നിനക്കല്ലെങ്കിലും ചേട്ടൻ്റെ കാർഡ് ഇറക്കാൻ മാത്രമേ അറിയുള്ളൂ, നിനക്കല്ലാതെ ഇവിടെ ഒന്നും പറയാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഓരോന്ന് പറയുമ്പോൾ ഷാനവാസൊക്കെ ഒന്നും സംസാരിക്കാതെ ചൂളടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നിനക്ക് ഇതിനൊക്കെയാണ് അറിയുള്ളൂ, നിനക്ക് ആരോട് സംസാരിക്കാൻ പോലും അറിയില്ലാന്ന്. അങ്ങനെ അനുമോൾ ആ സൈഡിൽ കൂടെ വരുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും, നീ അത് പറയാൻ നീ ആരാന്ന്, നീ പോടി ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഇത് വിളിച്ചുകൊണ്ട് അനുമോളുടെ പുറകെ വരികയാണ്. അപ്പോൾ അനുമോൾ പറയുന്നത് നീ ആദ്യം പോയി പല്ല് തേക്കട, വാ മണത്തിട്ട് വയ്യ, സിഗരറ്റും വലിച്ചുകൊണ്ട് പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് ഊതി വിടുന്ന ആളല്ലേ നീ എന്നൊക്കെ പറയുന്നുണ്ട്. ആടി ഞാൻ അങ്ങനെ ചെയ്യോടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇത് എന്താണ് നീ കാണിക്കുന്നത്, നീ എന്നെ ഉന്തിയിട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് മാറിക്കോ മാറിക്കോ എന്ന് പറയുന്നുണ്ട്. അനുമോളുടെ പുറകെ തന്നെ നെവിനും പോകുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ പറയുന്നുണ്ട് നീ പോയി പല്ലേക്കട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നീ ഒന്ന് പോടി എന്ന് പറയുന്നുണ്ട്. തിന്ന പാത്രം ആദ്യം കഴുകി വെച്ചിട്ട് കിടന്ന് വിളമ്പടാന്ന് പറയുന്നുണ്ട്. ഞാൻ കഴുകിക്കോളും എന്ന് പറയുന്നുണ്ട്. ആദ്യം പോയി അത് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് കിടന്ന് വിളമ്പാൻ വന്നാൽ മതി എന്ന് അനുമോൾ നല്ല മാസമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് തന്നെ നെവിനെ വായടപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്.